26 കൊല്ലം മുമ്പ് നിങ്ങൾ മാർക്കറ്റിലേക്ക് ബസ്സില വൈകി നിങ്ങൾ കാറിൽ പോകണുണ്ടോ? ജീവിതത്തിന് മാറ്റം വന്നോന്നറിയാനാണ് ഞാനീ ചോദിക്കുന്നത്. ഈ കാക്ക പറഞ്ഞ വർത്തമാനങ്ങളുണ്ടോ? ഇത് ചുമ്മാ ഇല്ലാത്തോണ്ടാക്കി പറഞ്ഞല്ല, ഇത് ഉള്ള കാര്യങ്ങളായി പറഞ്ഞത്. ഉസ്താദേ, അന്ന് ഉസ്താദ് വീട്ടിൽ താമസിക്കുമ്പോൾ വള്ളിനിക്കറിട്ടുകൊണ്ട് കിടന്ന എൻ്റെ 2 ചെറുക്കന്മാർ എൻ്റെ പിള്ളേരോർക്കുണ്ട്. രണ്ടോ ഒരേ ജാതിയുള്ളത്. ഒരൊറ്റ പപ്പടവന്മാർ എനിക്ക് മുഴുവൻ തന്നിട്ടില്ല. ഉസ്താദേ, അവന്മാരിപ്പോൾ ഖത്തറിൽ സൂപ്പർ മാർക്കറ്റ് എടുത്തോണം. അൽഹംദുലില്ലാ. ഉസ്താദേ, എൻ്റെ ആ വീടിൻ്റെ ഉമ്മറത്ത് ഞാനൊരു ചെറിയ മുറുക്കാങ്കട വലിയൊരു ചെറിയ കട വെച്ചോണ്ടെന്ന് ഓർക്കുണ്ടോ? ഒരു ദിവസം ഞാൻ അതിൽ വന്നപ്പോൾ ഒരു പ്യാരി മിഠായി എനിക്കെടുത്ത് അതൊക്കെ ഇപ്പം പോയി ഉസ്താദേ. ഇപ്പം റോഡിന് സ്ഥലം എടുത്തപ്പോൾ അധികം ഫ്രണ്ടിലേക്ക് ഏരിയ കിട്ടിയപ്പോഴേ ഞാനവിടെ ഒരു മാർജിൻ ഫ്രീ ഇട്ടേക്കാണ്. അൽഹംദുലില്ലാ. ഉസ്താദേ, അന്ന് വീട്ടിൽ താമസിക്കുമ്പോൾ ഉസ്താദിന് ഭക്ഷണം ഉണ്ടാക്കി തന്ന നമ്മുടെ പെണ്ണുമ്പിള്ളേനെ ഓർക്കുന്നുണ്ട്. ഒരു മാങ്ങാത്തുലി പോലെ ഉണങ്ങിയിരുന്ന ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ചുക്ക് പോലെ ഇരിക്കുന്ന അതെ. ഇപ്പം അത് അങ്ങനെ ഒന്നും അല്ല ഉസ്താദേ. പിന്നെ ഉപചാരമൊക്കെ നല്ല ഉഷാറായി. അൽഹംദുലില്ലാ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കാക്ക എൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് വന്നിട്ട് ഒരു സമാധാനം ഇല്ല. ഇനി പറ, ഇയാൾക്ക് ആലുവച്ചന്തയിൽ പോയി ചാക്കിനകത്തിട്ട് സമ്മാനം മേടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇയാക്കടെ പൊട്ട വീട് AC വീടായി, പൊട്ടക്കാറ് AC കാറായി, മുറുക്കാങ്കട മാർജിൻ ഫ്രീ ആയി, വള്ളിനിക്കറിട്ടുകൊണ്ട് മൂക്കട്ട് ഒലിപ്പിച്ചുകൊണ്ടാണ് ചെറുക്കന്മാർ ഖത്തറിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമകളായി. ചുക്കു പോലിരുന്ന പെണ്ണുമ്പിള്ളല്ല, ഒന്നാം തരം പെണ്ണുമ്പിള്ളി. എന്നിട്ട് അയാൾ പറഞ്ഞെന്താണെന്നറിയോ? ഒരു സമാധാനമില്ല. ചുമ്മാ മനസ്സാക്ഷിയോട് ചോദിക്കുക. എൻ്റെ ഫാമിലിയിലെ നമ്മളും ഈ മാതിരിയൊക്കെ അല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പറയാൻ തോന്നുന്നുണ്ടോ? 25 കൊല്ലം മുമ്പുള്ള ജീവിതത്തിൻ്റെ അവസ്ഥയല്ലല്ലോ ഇപ്പോൾ. ജീവിതത്തിന് ഭയങ്കര മാറ്റം വന്നില്ലേ? 25 കൊല്ലം മുമ്പുണ്ടായിരുന്ന വരുമാനം അല്ലല്ലോ ഇപ്പോൾ. വരുമാനത്തിന് ഭയങ്കര മാറ്റം വന്നില്ലേ? എന്നിട്ടും നിങ്ങളുടെ മനസ്സ് പറഞ്ഞാൽ എന്താ? സമാധാനമില്ല. ഈ സമാധാനക്കേടെന്ന മനുഷ്യന്മാരോട് പറയാൻ പറ്റിയതാണോ? അല്ല. അതെന്തെന്നാ? ഇയാൾ ഈ മാർജിൻ ഫ്രീ കടയിൽ നിന്ന് ഉച്ചയ്ക്ക് ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് 1.5 മണിക്കൂർ ഇടവേളയുണ്ട്. അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ പെണ്ണുമ്പിള്ള ഇങ്ങനെ മലന്ന് കിടന്ന് TV കാണുകയാണ്. ആ പെണ്ണുമ്പിള്ളോട്ട് പറഞ്ഞു, എടി ആ ജ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ലക്ഷം ഞാൻ ഈ തുണിയെല്ലാം കഴുകി എൻ്റെ നടുവെല്ലാം വേദന എടുത്ത് ആ അൽമാരിലിരിപ്പുണ്ട്, ഫ്രിഡ്ജിനകത്തിരിപ്പുണ്ട്, പോയി എടുത്തു കുടിക്കാൻ വേണ്ടി. ഇനിയിപ്പോൾ ഞാൻ എടുത്തു തന്നിട്ട് വേണോ? അതായിരിക്കണം ഫ്രിഡ്ജ് അതിനകത്ത് എടുത്ത് കുടിച്ചോ പെരക്കകത്തേക്കൊന്നും. അങ്ങനെ ഈ കാക്ക ചെന്ന് ഈ ഫ്രിഡ്ജിനകത്തുനിന്ന് ഈ ജ്യൂസും കൂടെ എടുത്തപ്പോൾ ഈ പെണ്ണുങ്ങളെടുക്കണ ആരും ആണുങ്ങളെടുത്താൽ കിട്ടൂല. ഈ ഗ്ലാസിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് ജ്യൂസും കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തെ ഗ്ലാസ്സിൽ തട്ടി ആ ഗ്ലാസും കൂടെ പോകാൻ തുടങ്ങിയപ്പോൾ അത് പോകാണ്ടിരിക്കാൻ വേണ്ടി അതേ പിടിച്ചപ്പോൾ ഇതും ഒരു 3-4 ഗ്ലാസ് കുടിപ്പിച്ച് പടപടാതെ കാട്ടാലെ കരിമ്പത്തോട്ടത്തിൽ കയറിയാൽ മതി. ഉള്ള ഗ്ലാസ് എല്ലാം നീ ഒന്നും മിണ്ടാണ്ടിരിക്കില്ല. ഞാൻ 10-15 ഗ്ലാസ് ഒന്ന് കൊണ്ടു വെച്ചാൽ പോരെ. ഗ്ലാസ് പൊട്ടിച്ചെങ്കിൽ ഇപ്പം നിൻ്റെ ഒന്നുമല്ല, ഞാൻ കൊണ്ടുവച്ച ഗ്ലാസ്സല്ലേ. അത് കൈ തട്ടിപ്പോൾ താഴ്ത്തേക്ക് അടിപ്പോൾ ഓരോരുത്തർ പിടിക്കാൻ നോക്കിയപ്പോൾ 3 താഴ്ത്തേക്ക് അടി. ഇനിയിപ്പോൾ എന്തുട്ട് ചെയ്യണേ? ഇനിയിപ്പോൾ നീ ഇത് വാരാൻ നിൽക്കണ്ട, ഞാൻ വാരിക്കോളാം. ഇയാൾ തന്നെ ചൂലൊക്കെ എടുത്തു കൊണ്ടുവന്ന് അടിച്ചുവാരിയിലേക്ക് ഗ്ലാസിൻ്റെ ചില്ലെല്ലാം വാരി കൂട്ടി എല്ലാ അലക്കുകല്ലിൻ്റെ അപ്പുറത്ത് വേസ്റ്റ് ഉള്ള സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയിട്ടിട്ട് ആ പൈപ്പിൽ നിന്ന് ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചിട്ട് കുറച്ച് പച്ചവെള്ളം കുടിച്ചു. ജ്യൂസ് ചോദിച്ച ആളാണ്. അങ്ങനെ ഇപ്പുറത്തേക്ക് ഇങ്ങനെ വന്നപ്പോൾ ചെറുക്കൻ ഒരു മറ്റേ സിനിമയുടെ മാസികം വെച്ചുകൊണ്ട് ഇങ്ങനെ കാലിൻ്റെ മുകളിൽ കാലും കയറ്റിരിക്കുകയാണ്. ഇങ്ങനെ പിടിച്ചു വെച്ചേക്കോ ഈ പടമുള്ള മാസിക. വാപ്പായാണല്ലോ നിർത്തി ഇയാൾ യാതൊരു അനുഭവമില്ല. കാലിന് ഉള്ളിൽ തന്നെ ഏറ്റു വെച്ചേക്കൊണ്ട് ആ മാസിക അങ്ങനെ തന്നെ പിടിച്ചു. പടശാമ്പരാനെ ഇങ്ങനെയൊക്കെ പിള്ളേരായ എന്നാൽ ഇടവുള്ള നീ ആ കാല് കാലത്തേക്ക് വെച്ചിട്ട് ഒന്ന് എണിക്കടാ, ഞാൻ നിൻ്റെ വാപ്പായെന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ആവട്ടെ, 1.5 മണിക്കൂർ ഇടവേള ഉണ്ടല്ലോ എന്ന് ഓർത്ത് ചെറിയ ആ കട്ടിലേക്ക് കയറിയാണ് മലിഞ്ഞിരുന്നു കഴിഞ്ഞപ്പോൾ ഇതേ ഫാനിങ്ങനെ പഴയ കാളയുടെ കൊമ്പാടനാര് ആടുവാണ്. സൈനുവാ ഇന്ത്യ ഇനി ശകരം വിളിക്കണേ. എടി ആ റെഗുലേറ്റർ ഒന്നങ്ങോട്ട് കൂട്ടിയിട്ടെടി ഇത് തീരെ ആ മുറി കിടക്കണം നിങ്ങൾക്ക് അങ്ങോട്ട് കയറ്റി ഇനി ഞാൻ വന്നിട്ടാണോ കയറ്റിയിട്ടാൻ? തൊള്ളവർക്കാണ്ടിരിക്കുക എൻ്റെ. അങ്ങനെ എഴുന്നേറ്റിട്ട് ഈ റെഗുലേറ്റർ 16ലേക്ക് തിരിച്ചിട്ടും ഇയാൾക്കൊരു സുഖം കിട്ടല്ല. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് മാർജിൻ ഫ്രീ കടയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ തോമാസൂട്ടി ഇരിപ്പുണ്ട്, കുമാരൻ ഇരിപ്പുണ്ട്, പരീക്കുഞ്ഞിരിപ്പുണ്ട്. ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്.
എടാ ഉവേ ചെറുക്കൻ കാലുമ്മ കാലും കയറ്റിന്ന് മാസിക വായിക്കുക, സിനിമ മാസിക കണ്ടിട്ട് അനങ്ങിയില്ല, പറയാൻ പറ്റുമോ? പെണ്ണുമ്പിള്ളേട്ട് ഒരു ജ്യൂസ് ഒരു ഗ്ലാസ് ഒന്ന് എടുത്ത് കാട്ടേടി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് എടുത്തു തന്നില്ല എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഉപദ്രവിക്കാതെ വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇടങ്ങേറാണ്. ആ ഫാനിൻ്റെ കാറ്റൊരുത്തിനെ കൂട്ടിയിടാൻ പറഞ്ഞിട്ട് അവിടെ അനങ്ങി കൊടുത്തില്ല, പറയാൻ പറ്റുമോ? പെണ്ണുമ്പിള്ളയുടെ വിഷം പറയാൻ പറ്റുമോ? ഞാൻ എന്നിട്ട് ദാഹം മാറാൻ വേണ്ടി പൈപ്പിലുള്ള കുടിച്ചോണ്ടാണ് ഗതി വന്നേ, പറയാൻ പറ്റുമോ? ഇല്ല. ഇതിങ്ങനെ മനസ്സിലിങ്ങനെ വച്ചുകൊണ്ടിരുന്നിട്ട് ബാമിലാരെ കണ്ടപ്പോൾ ഒരു സമാധാനമില്ല. ശരിയാണോ? ഒരു സമാധാനവും ഇല്ല. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ രാത്രിയുടെ 2/3 ഭാഗം തങ്ങൾക്ക് സലാത്ത് എല്ലാം വേണ്ടി ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, നീ സലാത്ത് കൂടുതൽ ചൊല്ലിക്കോ, നിനക്കത് നല്ലതാണ്. മരുന്നും കൂടെ വരട്ടെ. പൗരത്വ നിയമമൊക്കെ ഇങ്ങോട്ട് കയറി വരും കേരളത്തിലേക്ക്. അപ്പം മരുന്ന് കഴിച്ചോ, മരുന്ന് കഴിക്കണേനൊപ്പം ആയുധം എടുത്തോ. ആയുധം എന്താന്ന് ഞാൻ തൊട്ടപ്പുറത്ത് പറഞ്ഞായിരുന്നു, നമ്മുടെ മൈതാനി മുകളിൽ. ബാള് മൂർച്ചോട്ടി വയ്ക്കാനല്ല പറഞ്ഞേ, കടാര സ്പെഷ്യൽ ഉണ്ടാക്കാനും അല്ല പറഞ്ഞേ, വെട്ടുകത്തി വേറെ ഉണ്ടാക്കാനും പറഞ്ഞില്ല, ബോംബുണ്ടാക്കാനും പറഞ്ഞില്ല, പോർ വിമാനങ്ങളെ വാങ്ങാനും പറഞ്ഞില്ല. എന്താണ് മുസ്ലിമിന്റെ ആയുധം? അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ വഇമാദുദ്ദീൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. നിന്റെ വിശ്വാസത്തിന്റെ തൂണും നിന്റെ ആയുധവും പ്രാർത്ഥനയാണ്, ദുആയാണ്. മദ്ലൂമിൻ്റെ ദുആക്ക് ഉത്തരവുണ്ടെന്ന് പറഞ്ഞിട്ട് ബാമിലാരെ എങ്ങനെ വെട്ടി നുറുക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, കിട്ടണില്ലല്ലോ. ഇപ്പം ഇല്ലെങ്കിൽ അടുത്തെന്നാണ് പറഞ്ഞത്, ഉടനെ അല്ലെങ്കിൽ അടുത്തെന്ന് എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല, മരിച്ചതോടുകൂടി ജീവിതം അവസാനിക്കില്ല, മരിക്കുമ്പോൾ ജീവിതം തുടങ്ങുക. ഇപ്പം നിനക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിലും അടുത്ത് കിട്ടും. അതാണ് ദുആക്ക് ഉത്തരവുണ്ട്, ഒരു തർക്കവും ഇല്ല. ലാ ശക്ക ഫീഹിന്ന നബിയുനാ റസൂലുള്ളാഹി. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, നീ എനിക്ക് വേണ്ടി സലാത്തിനെ അധികരിപ്പിച്ചോ, നിനക്ക് നല്ലതാണ്. രണ്ടാമത്തെ ചോദ്യം, നബിയെ, രാത്രിയുടെ പകുതി ഭാഗം സലാത്തിന് ഉപയോഗിക്കട്ടെ റസൂലുള്ളാഹ്. തങ്ങൾ പറഞ്ഞു, ഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, സലാത്തിനെ നീ അധികരിപ്പിച്ചോ, നിനക്കത് നല്ലതാണ്. മൂന്നാമതും ചോദ്യം ആവർത്തിച്ചു റസൂലുള്ളാഹി, 2 ഭാഗവും ഞാൻ സലാത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ട് 1 ഭാഗം മാത്രം ഉറങ്ങാൻ ഉപയോഗിക്കട്ടെ നബിയേ. അപ്പൊ കൂടുതൽ ഭാഗവും സലാത്തിനാണ്. സലാത്തിനെ നീ അധികരിപ്പിച്ചാൽ നിന്റെ അസ്വസ്ഥതകൾ അള്ളാഹു നീക്കി തരുന്നതാണ്, നിന്റെ പാപങ്ങൾ പടച്ചവൻ പുറത്തു തരുന്നതാണ്. അസ്വസ്ഥതകൾ നീങ്ങാൻ സലാത്താണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഒരമൂല്യമായ നിധി. അസ്വസ്ഥതയ്ക്ക് കാരണം സലാത്തില്ലാതെയായി പോയി. കാശുണ്ടായിട്ട് കാര്യമില്ല, കൊട്ടാരം ഉണ്ടായിട്ട് കാര്യമില്ല, കാറുണ്ടായിട്ട് കാര്യമില്ല, പെണ്ണുണ്ടായിട്ട് കാര്യമില്ല, പെടക്കോഴി ഉണ്ടായിട്ട് കാര്യമില്ല. സ്വസ്ഥതയില്ല, സമാധാനമില്ല. സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും സലാത്തിനെ അധികരിപ്പിച്ചോ, പാപങ്ങൾ പൊറുക്കാനും സലാത്തിനെ അധികരിപ്പിച്ചോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇത് ആഖിർ സമാനിൽ വരുമ്പോൾ നീങ്ങിപ്പോകുന്ന, ആഖിർ സമാനിൽ വരുമ്പോൾ ഒരു ദുസ്വഭാവത്തെപ്പെട്ടതാണ്, സലാത്ത് നീങ്ങിപ്പോവും. നേരെ നബി തങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. ആ മുസ്ലിമാന്നൊക്കെ ഇപ്പം രക്ഷപ്പെടാമെന്ന് പറഞ്ഞിരിക്കും എല്ലാവരും. മുസ്ലിയാരെ ഞങ്ങൾ നിൽക്കിരിക്കണുണ്ട്, ഞങ്ങൾ സക്കാത്ത് കൊടുക്കണുണ്ട്, ഞങ്ങൾ നോമ്പ് പിടിക്കുന്നുണ്ട്, ഞങ്ങൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഉംറ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. പക്ഷേ ബന്നാർ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, മന്നസിയ സ്വലാത്തു അലൈഹി ഖുത്അന്നു തരീഖുൽ ജന്ന ഔ കമാ ഖാല റസൂലുള്ളാഹി. സ്വർഗത്തിലേക്കുള്ള വഴി പെശകിപ്പോകും സലാത്തില്ലാത്ത വ്യക്തിക്കെന്ന് നബീന റസൂലുള്ളാഹി. ഞാൻ ഇങ്ങോട്ട് നിങ്ങളുടെ ഈ പിന്നെ കുഴിയലിപ്പടിക്കിലേക്ക് വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് വണ്ടിയെ കയറി അങ്ങനെ ആലുവായിൽ വന്നു, ഇവിടെ ചൂണ്ടിക്കൽ വന്നു, എടത്തല വന്നു, പുക്കാട്ടുപിടിക്ക് വന്നു. പുക്കാട്ടുപടിക്ക് വന്നിട്ട് ഇങ്ങോട്ട് വലത്തോട്ട് തിരിയണതിന് പകരം നേരെ പോയി. ഇവിടെ എത്തൂല, കുഴിയലിപ്പടിക്ക് എത്തൂല. എൻ്റെ നെയ്യത്തെന്തെന്നാ കുഴിവേലിപ്പടിക്ക് പോക്കാൻ? ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയതും കുഴിവേലിപ്പടി നെയ്യത്താക്കിക്കൊണ്ടാ.
കുഴിയാലിപ്പടിയിലേക്കുള്ള റൂട്ടിലേക്ക് ഞാൻ പോരുകയും ചെയ്തു. പക്ഷേ പുക്കാട്ട് വടിക്ക് വന്നപ്പോൾ വലത്തോട്ട് തിരിയുന്നതിന് പകരം ഇടത്തോട്ട് തിരിഞ്ഞുപോയി. കുഴിയാലിപ്പടിയിലേക്ക് വരൂല. നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയാ നിസ്കരിക്കുന്നത്, നിങ്ങൾ നോമ്പെടുക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്ന അഅ്മാലുകൾ ചെയ്യുന്നത്. പക്ഷേ സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റിപ്പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സലാത്ത് വരിപ്പിക്കണോ? അതില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഇന്നതില്ലാത്തൊരവസ്ഥയിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ട് ഇന്ന ഔലന്നാസിബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാത്തൻ നബിയുനാ റസൂലുള്ളാഹി. നാളെ മഹ്ശറയിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ സലാത്തിനെ അധികരിപ്പിക്കുന്നവരാണ്. മഹ്ശറയിൽ നബിത്തങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവർ. അതിങ്ങനെ ഹദീസിനകത്ത് ഇങ്ങനെ വിശാലമായിട്ട് വിശദീകരണങ്ങളും അതിൻ്റെ തഫ്സീറുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ 3 സ്ഥലത്താണെന്നാണ് അള്ളാഹിൻ്റെ റസൂൽ നമ്മളെ സഹായിക്കുന്നത്. മറ്റൊരു സ്ഥലത്ത് കാണാം അതാനി ജിബ്രീൽ വ മീകായിൽ വ ഇസ്രാഫീൽ വ അസ്റായീൽ. എൻ്റെ അടുക്കൽ മുഖറബീങ്ങളായ 4 മലക്കുകൾ വന്നു നബിയുനാ റസൂലുള്ളാഹി. ജിബ്രീൽ, മീകായിൽ, ഇസ്രാഫീൽ, അസ്റായീൽ 4 മലക്കുകൾ. എന്നിട്ട് വഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, മൻ സല്ലാ അലൈക 10, നബിയെ അവിടത്തേക്ക് 10 സലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ 10 ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്. ഒരാൾ 10 സലാത്ത്. ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരുന്ന നന്മയെ സംബന്ധിച്ചാണ് പറയുന്നത്. 10 സലാത്ത് നബിയെ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നടപ്പിലാക്കിയാൽ ആ മനുഷ്യനെ ഞാൻ സിറാത്ത് കടക്കാൻ നേരത്തെ കൈപിടിക്കുമെന്ന് മുഖറബായ മലക്ക് ജിബ്രീൽ. രണ്ടാമത്തെ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, നബിയെ 10 സലാത്ത് അവിടുത്തെ ഉമ്മത്തികളിൽപ്പെട്ട ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അവനക്ക് വേണ്ടിയിട്ട് ഞാൻ സുജൂദ് ചെയ്യും. പടച്ചതമ്പുരാന്റെ ഹദറത്തില് അവർക്ക് പാപം പൊറുക്കാതെ എൻ്റെ ശിരസ് ഞാൻ ഉയർത്തുകയില്ല നബിയെ. മീകായിൽ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, പൊന്നാര നബിയെ അവിടുത്തെ ഹൗദിൽ നിന്ന് ഞാൻ അവനെ കുടിപ്പിക്കുന്നതാണ് റസൂലുള്ളാഹ്. അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അമ്പിയാക്കന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ ആ വ്യക്തിയുടെ റൂഹിനെ ഞാൻ പിടിക്കുന്നതാണ് റസൂലേ. 10 സലാത്ത് ഡെയിലി പതിവാക്കുന്ന ആളുകൾക്ക് 4 മുഖറബായ മലക്കുകളുടെ ഭാഗത്തുനിന്ന് റസൂലുള്ളാഹി തങ്ങൾക്ക് കിട്ടിയ പ്രഖ്യാപനം. തങ്ങൾ പറയാണ്, മഹ്ശറയിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ സലാത്തിനെ അധികരിപ്പിച്ചവരാണ്. സലാത്ത് ചെല്ലുന്നവർ ഞാനുമായിട്ട് അടുപ്പം വരിക. ഒരു സലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ 10 പാപം പൊറുക്കുന്നു, 10 പദവികൾ ഉയർത്തുന്നു, 10 അസ്വസ്ഥതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുന്നു. ഉണ്ടാവും ഒക്കെ സലാത്തിൻ്റെ പവറുകളായത്. ഇന്ന് നമ്മുടെ ഇടയിൽ നിന്നൊക്കെ ഇത് പോയിക്കൊണ്ടിരിക്കുക. ബഹുമാനികളെ, ഫോണുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഇതുണ്ടോ ബഹുമാനികളെ? സലാത്തുണ്ടോ? മുമ്പൊക്കെ ഉണ്ടായി. മുമ്പൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും സലാത്തിൻ്റെ മജ്ലിസാ. എന്നിട്ട് അങ്ങോട്ട് ദുആരക്കും ഒരുമിച്ച് കൊഴുന്നിട്ട് സലാത്തൻ തുഞ്ചീന ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് വതുസല്ലിമുനാ ബിഹാ മിൻ ജമീഇൽ അസ്ഖാമി വൽ ആഫാത്ത് വതുതഹിറുനാ ബിഹാ മിൻ ജമീഇൽ സയ്യാത്ത് വതഗ്ഫിർ ലനാ ബിഹാ ജമീഇൽ ഖതിയാത്ത് വതഖ്ദി ലനാ ബിഹാ ജമീഇൽ ഹാജാത്ത് വതർഫഉനാ ബിഹാ ഇൻദക അല الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات من بعد الممات. ഇങ്ങനെ എല്ലാ സലാത്തും മുന്നിൽ വെച്ചിട്ടാ ചോദിക്കണം. ഈ സലാത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നു അല്ലാഹ്. ഇവിടെയൊക്കെ മുൻഗാമികളുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? കിട്ടിയിരുന്നു. ഇന്ന് അതിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നബിത്തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നിടത്തിൽ കാണാം 3 സ്ഥലത്താന്നാ ഹദീസിലെ മൻ സല്ല അലൈഹി മിഅത്തൻ കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅത്തുൻ മിനൻ നിഫാഖ് വബറാഅത്തുൻ മിനൻ നാർ അസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാ. ഇതാനിവിടുത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഒരാൾ ഡെയിലി 100 സലാത്ത് പതിവാക്കിയാൽ നമുക്ക് ഈമാനില്ലാത്ത പ്രശ്നമെന്ന് പറഞ്ഞല്ലോ. അവിടെ ഞാൻ പൗരത്വരേഖയെ സംബന്ധിച്ച് അവിടെ സംസാരിച്ചിരുന്നു. ഈമാൻ നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ പേടിക്കണ്ട. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ന്യൂനപക്ഷാന്ന് പറഞ്ഞ് പേടിക്കണ്ട, നിങ്ങൾക്ക് പട്ടാളം എതിരാണെന്ന് പറഞ്ഞ് ഭയപ്പെടണ്ട, ഭരണം നിങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് അസ്വസ്ഥരാകണ്ട. നിങ്ങൾ തന്നെയാണ് വിജയിക്കുന്നവർ. ഇൻകുന്തും മുഅ്മിനീൻ. നിങ്ങൾക്ക് ഈമാനുണ്ടെങ്കിൽ ഈമാനും കൂടെ കടന്നു വരണ്ടേ? കടന്നു വരാനുള്ള താക്കോലാണ് സലാത്ത്. തങ്ങൾ പഠിപ്പിച്ചു, 100 സലാത്ത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ പേരിൽ പതിവാക്കിയാൽ കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅത്തുൻ മിനൻ നിഫാഖി വബറാഅത്തുൻ മിനൻ നാർ. ആ മനുഷ്യന്റെ മുഖത്ത് അല്ലാഹു തആല രേഖപ്പെടുത്തുന്നു, ഇയാൾ ഈമാനുള്ള വ്യക്തിയാണ്, മുനാഫിഖല്ല, നരകാവകാശിയല്ല.
അസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാ. മഹ്ശറയിൽ മനുഷ്യൻ നെട്ടോട്ടോടുമ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ബഹുമാനികളിപ്പോൾ ഈ സലാത്ത് പതിവാക്കുന്ന ആളുകളുടെ ജനാസ വരെയും ഖബറിൽ ദ്രവിക്കാണ്ട് കിടക്കുന്ന. നമുക്കൊക്കെ ഈ ഷഹീദിൻ്റെ പതിവ് കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ ആഗ്രഹിക്കണം. എല്ലാത്തിനും ഇപ്പം ഈമാ മാത്രമല്ല, എല്ലാത്തിനും 100 സലാത്ത് പരിഹാര. എല്ലാത്തിനും 5 ജനാസ പണ്ടിൻ്റെ അടിയിലേക്ക് ഇട്ടാൽ ദ്രവിക്കൂല എന്നാണ്. 5 ജനാസ. വേറൊരു അഭിപ്രായത്തിൽ വേറെയും കാണുന്നുണ്ട്. ഒന്നാമത്തത് അമ്പിയ എന്ന് പറഞ്ഞാൽ ഇന്ന് ബാവാ മുസ്ലിയാരങ്ങ് മരിച്ചാൽ വ്യാഴാഴ്ച ബാവാ മുസ്ലിയാരുടെ വീട്ടിലേക്ക് ആൾക്കാർ പോകും. അസ്സലാമു അലൈക്കും, എങ്ങോട്ട് പോണു? മരിച്ച വീട്ടിൽ. ഇന്ന് ബാവാ മുസ്ലിയാരെ കണ്ണോക്കല്ലേ ഇന്ന്? കണ്ണോക്കെന്ന് മലപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞാൽ കണ്ണ് ഔക്കെന്നാണ്. ഇതല്ല, കണ്ണ് പോക്കാണ്. കണ്ണ് പോക്ക് നമ്മൾ പറഞ്ഞാൽ ഇപ്പൊ കണ്ണോക്ക് എന്നായി. എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ മുസ്ലിയാരങ്ങ് മരിച്ചാൽ ബുധനാഴ്ച വ്യാഴാഴ്ച 3-ന്റെ അന്ന് ഈ കണ്ണങ്ങോട്ട് കൊഴിഞ്ഞ് കഫൻ തുണിയിലേക്ക് വീഴുകയാണ്. ഇവിടെ 2 ദ്വാരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. സഹോദരാ സഹോദരി, ചുമ്മാ പോയോ കണ്ണാടിയിലൊക്കെ പോയി ഒന്ന് നോക്കിക്കോ. ഇന്ന് പഠിച്ചവനെ ഞാൻ അങ്ങോട്ട് മരിച്ചാൽ 3-ന്റെ അന്ന് അല്ലാഹുവേ ഇതങ്ങോട്ട് കൊഴിഞ്ഞു വീണല്ലോ റബ്ബേ, 7-ന്റെ നീ ഉദരം പൊട്ടിച്ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് ഈ സമയത്തൊക്കെ ഇങ്ങനെ കൂടുതൽ ദുആ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കണ്ണോക്ക് അന്ന് പ്രത്യേകിച്ച് ദുആ അടക്കുകയാണ്. ഇതൊക്കെ പരമാർത്ഥമാണ് പൊന്നുമോനെ. ആ നിലക്കൊക്കെ ചിന്തിച്ചുകൊണ്ടിട്ട് മുന്നോട്ട് നീങ്ങിക്കും. ഇവിടുത്തെ ജീവിതമൊന്നും ശാശ്വതമല്ല. തടവറയിലേക്കോ പൗരത്വ നിയമോ എന്ത് പണ്ടാരോ വന്നോട്ടെ, ഒന്നൊരു പ്രശ്നമൊന്നും ആക്കണ്ട. പ്രശ്നം മരണമാണ്. ആ നിലയിലേക്കൊക്കെ നീങ്ങിക്കോ. സൂചിപ്പിച്ചല്ലോ ഒരാഴ്ച മുമ്പ്. നമുക്കൊക്കെ വരാനിരിക്കുന്ന പരമാർത്ഥത, പക്ഷെ അതിനെ സംബന്ധിച്ച് നമ്മളാരും ചിന്തിക്കണില്ല എന്ന് മാത്രം. അപ്പുറത്ത് പറഞ്ഞില്ലേ, ബഗ്ദാദിൻ്റെ ചക്രവർത്തിക്ക് 1 മാസത്തെ ആയുസ്സുള്ളത് അങ്ങോട്ട് പറഞ്ഞുകൂടി ആകെ ഹാല് മാറി. നമ്മൾ അങ്ങനെയൊന്നും അങ്ങോട്ട് ഒരു തീരുമാനം എടുത്തു നോക്കി. അടുത്ത ഫെബ്രുവരി മാസം 25-ാം തീയതി എൻ്റെ ആണ്ട് നടക്കും റബ്ബേ. ഒന്ന് ചിന്തിച്ചു നോക്കി. മനുഷ്യനാവാൻ പറ്റിയ മരുന്നിപ്പോൾ ഇതൊക്കെയാ. തെമ്മാടിത്തരത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും അക്രമത്തിൽ നിന്നൊക്കെ പിന്തിരിയാനുള്ള 1-ാം നമ്പർ മരുന്ന്. പൊട്ടെ അതെൻ്റെ വിഷയമല്ല. അവിടെ ശ്രദ്ധിച്ചോ, സലാത്തിൻ്റെ പവറൊന്ന് കേട്ടോ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും എളുപ്പമായി ചെയ്യാവുന്ന കാര്യം, അതിനോടൊപ്പം നമുക്ക് കിട്ടുന്ന പവറുകളായി പറയുന്നതൊക്കെ. ഞാൻ വിട്ടുപോയിട്ടില്ല, ഇപ്പോൾ പറഞ്ഞോളാം. 100 സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്നതിൻ്റെ പവർ, ഈമാൻ കിട്ടുന്നു. അതിനോടൊപ്പം മഹ്ശറയിൽ കിട്ടുന്ന പവർ എന്താണെന്നറിഞ്ഞോ? മഹ്ശറയിൽ കിട്ടുന്ന പവർ ഇയാൾക്കൊരു അസ്വസ്ഥതയില്ല. അസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാ. ശുഹദാക്കളുടെ കൂട്ടത്തിൽ ഈ മനുഷ്യൻ അല്ലാഹു തആല സീറ്റ് കൊടുക്കുന്നു എന്ന് നബീനാ റസൂലുള്ളാഹി. ഷഹീദിന്റെ പവർ എന്തെന്നാ? ദ്രവിക്കാത്ത ജനാസയാ. അത് പറഞ്ഞിട്ട് അതാ ഞാൻ ഇതിലേക്കൊന്നും കൂടി കടത്തിക്കൊണ്ടെന്ന്. 100 സലാത്ത് ഡെയിലി പതിവാക്കി കിട്ടണ പവർ എന്ന് ശ്രദ്ധിച്ചോ. അടിയിലേക്ക് അങ്ങോട്ട് വച്ചു കഴിഞ്ഞാൽ 7-ന്റെ അന്ന് വയറ് പൊട്ടി, 3-ന്റെ അന്ന് ഇതിറങ്ങി. ഈ ഒരവസ്ഥയിലാണ് നമ്മുടെ ഡെഡ് ബോഡി, നമ്മുടെ മയ്യത്താകുന്നതെങ്കിൽ സലാത്തിനെ അധികരിപ്പിക്കുന്ന വ്യക്തി 5 ജനാസ എണ്ണി പറയുന്നു. 5 ജനാസ മണ്ണിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് വച്ചാൽ എല്ലാ കാലവും ഒരുപോലെയാണ്. ചുട്ട കട്ട മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടാൽ ഒരനക്കവും പറ്റൂല. വെറും മണ്ണുകൊണ്ട് പിടിച്ച കട്ടയാണെങ്കിലോ അത് കുറേ കഴിയുമ്പോൾ അങ്ങോട്ട് അടർന്ന മണ്ണുമായിട്ട് ലയിച്ചു പോകും. ഇതാണ് സാധാരണ മയ്യത്ത്. ഞാൻ ഈ സൂചിപ്പിക്കുന്ന 5 മയ്യത്ത് ചുടുകട്ട പോലെയാണ്. 1-ാമത്തത് അംബിയാ മുർസലീങ്ങളുടെ ജനാസയാണ്. ഈ ഇരിക്കുന്ന പാവങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നമുക്ക് ആർക്കെങ്കിലും ആ പദവിയിലേക്ക് എത്താൻ പറ്റുമോ? പറഞ്ഞല്ലേ, ഇവിടെ ശ്രദ്ധിച്ചോ. ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും നബിയോ നബിച്ചിയോ ആകാൻ പറ്റുമോ? അപ്പൊ അവിടെ നമ്മ പരാജയപ്പെട്ടു. 2-ാമത്തേത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ശുഹദാക്കളാണ്. പറ്റുമോ നമുക്ക് ആർക്കെങ്കിലും? എത്രയോ ഷഹീദന്മാരുടെ ജനാസകൾ വർഷങ്ങൾക്ക് ശേഷമൊക്കെ തുറന്നിട്ട് വീണ്ടും അടക്കിയാക്കണ ചരിത്രങ്ങളൊക്കെ മദീനയിലും മക്കയിലും ഉണ്ടാക്കുന്നു. അടക്കിയാൽ അതുപോലെ തന്നെ. നമുക്ക് ഷഹീദാകാനുള്ള വല്ല യോഗ്യതയുണ്ടോ? ഇപ്പോൾ ഈ പൗരത്വരേഖയുടെ പേരിലെങ്ങാനും വന്ന് വെട്ടിക്കൊല്ലുവാണെങ്കിൽ അൽഹംദുലില്ലാഹ് രക്ഷപ്പെടും. അല്ലെങ്കിൽ വല്ല വെടിവെച്ച് കൊല്ലുമൊക്കെ ആണെങ്കിൽ അൽഹംദുലില്ലാഹ് അപ്പോൾ ഷഹീദിൻ്റെ കൂലി കിട്ടും.
അതൊക്കെ ഉണ്ടാവുമെന്ന് എങ്ങനെ അറിയണത്? അപ്പം ഷഹീദാവുക എന്നുള്ളതിനെ പറ്റി നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ ഷഹീദിൻ്റെ പദവിയിലേക്ക് നമുക്ക് എത്താവുന്ന ഒരു യോഗ്യതയാണ് നബി തങ്ങൾ പറഞ്ഞത്. ഡെയിലി 100 സലാത്ത് ചൊല്ലിക്കോ, നിന്നെ വെട്ടിക്കൊലപ്പെടുത്തപ്പെട്ട സ്ഥാനത്താണ്. ബഹുമാനപ്പെട്ട അംസത്തുൽ കറാർ തങ്ങളുടെ കൂടെയാണ്. സയ്യിദത്തുന സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെയാണ്. മാഷർ കണ്ട പദവി 100 സലാത്ത്. മൂന്നാമത്തേത് പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കിയ ഹാഫിളുകളാണ്, ഹാഫിളത്തുകളാണ്. ഇരിക്കെങ്കിൽ ആർക്കെങ്കിലും പറ്റുമോ? ഇപ്പോൾ ഖുർആൻ മനപ്പാടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഗുണനിർത്തിയിട്ട് നടക്കുമോ? നല്ല നടക്കും. വെള്ളത്തിലെഴുതിയതുപോലെയാണ് വയസ്സാകുമ്പോൾ പ്രായമായിട്ട് പഠിക്കാൻ ചെന്ന. വെള്ളത്തിലെഴുതിയാൽ വീട്ടിൽ കൊണ്ട് ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെക്കാൻ പറ്റൂലേ? ഇതിലങ്ങനെ കേൾക്കും, അതിൽ അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ നമ്മൾ പരാജയപ്പെട്ടു. ഇപ്പൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയൊരു തലമുറയ്ക്ക് ഒരു പ്രവണത കാണുന്നുണ്ട്. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ജനിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നേർച്ച വെക്കും. ഹാഫിളാക്കിയേക്കാം, ഹാഫിളത്താക്കിയേക്കാം. ഹാഫിളാകുന്നതിന് നമ്മാരും എതിരല്ല പറയണത്. ഖുർആൻ മനപ്പാടമാക്കിയതായ ആണ് പെണ്ണെന്ന് പറഞ്ഞാൽ മനപ്പാടാക്കിയിട്ട് പിന്നെ കക്കണ്ടി കുത്താൻ നടന്നു എന്നല്ല ഈ പറഞ്ഞത്. ഇപ്പം അങ്ങനെ ഒരു സ്വഭാവമാണ് കാണണേ. ഉണ്ടായിട്ട് ഒരു 5, 6 അല്ലെങ്കിൽ 7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കൊണ്ടുവന്ന് ഖുർആൻ ഹിഫ്ളാക്കാൻ കൊണ്ടേയാക്കും. അതിനെ ഇടിച്ച് തല്ലി ചതച്ച് അത് കാണാപ്പാടാവും. അങ്ങനെ ഖുർആൻ ഹിഫ്ളായി. ദൗറം കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പുള്ള വീട്ടിലേക്ക് ഒന്നിനിപ്പോൾ പള്ളിക്കുടുത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഹിഫ്ളാക്കി ഇങ്ങോട്ട് കിട്ടും വന്നു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം പോലും ഇല്ലാത്ത ജീവിതമാണ്. വലിയ അപകടം ഇത് ഞാൻ പറഞ്ഞേക്കാം. ഖുർആൻ ഹിഫ്ളാക്കാൻ ആര് നേർച്ചയാക്കിയിട്ടുണ്ടോ, ആര് മക്കളെ വിടുന്നുണ്ടോ, അവരെ ആലിമത്തുമാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രശ്നം പരാജയമാണ്. വെറുതെ മനപ്പാടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ മനപ്പാടമാക്കുന്നത് ശിക്ഷയാണെന്ന് മാത്രമല്ല, അതിൻ്റെയൊക്കെ ശൈലി നിമിത്തങ്ങൾ പറഞ്ഞാൽ ഒട്ടകത്തിനെ കയറൂരി വിട്ടതുപോലെ. കയറൂരി കാരണം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് സഹാബീനെ തിരിച്ചും വിളിച്ചു. എവിടെ വന്ന് നിസ്കരിക്കാൻ പോകണം റസൂലുള്ളാ? ഒട്ടകത്തിന് ഞാൻ നിസ്കരിക്കാൻ പോകല്ലേ, ഒട്ടകത്തിന് അള്ളാഹ് നോക്കിക്കോളും. കെട്ടിയിട്ട് നിസ്കരിക്കാൻ പോകുന്ന നബീന റസൂലുള്ളാഹി. ഒട്ടകത്തിന് കയറൂരി വിട്ട് കഴിഞ്ഞാൽ അതങ്ങോട്ട് കടന്നു പോകും. ഇത് തന്നെയാണ് ഖുർആൻ മനപ്പാടൊക്കെ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ മറന്നു. അപ്പോൾ അതങ്ങനെ ഓതോ സൂക്ഷിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇൽമു വേണം. ഇത് ചുമ്മാ കുറേ ഹാഫിളീങ്ങളും ഹാഫിളത്തുകളാണ്. അങ്ങനെയുള്ളവരെ പറ്റിയല്ലേ പറഞ്ഞത്. ഖുർആൻ മനപ്പാടമാക്കി അതനുസരിച്ച് സൂക്ഷിച്ച് ജീവിച്ചതായ ഹാഫിളത്തുകൾ മണ്ണിൻ്റെ അടിയിലേക്ക് അടക്കപ്പെട്ടാൽ ഒരു അനക്കമുണ്ടാവില്ല. 3 അമ്പിയാക്കന്മാർ, ശുഹദാക്കൾ, ഹാഫിളീങ്ങൾ. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ മഹാന്മാർ, മഹദികൾ. നമുക്കാർക്കും അത് അവകാശപ്പെടാൻ പറ്റൂല. പോസ്റ്റർ അടിച്ചിട്ട് കുത്തുബ് സമാൻ, ഷെയ്ഖ്, വലിയ കുത്തുബ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പബ്ലിസിറ്റി നടത്തിയ ഔലിയാക്കന്മാരും ഷെയ്ഖന്മാരും ഒക്കെ ഉണ്ടാകുന്ന ദുനിയാവാണിത്. അങ്ങനെയൊന്നും നമ്മുടെ മുൻഗാമികളുടെ ചരിത്രത്തിലില്ല. ഗസാലി ഇമാം തങ്ങൾ എഴുതി വച്ചിരിക്കുന്ന ഒരു മഹാൻ അസ്ർ നിസ്കാരം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റുന്നു. അസ്ർ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ദേ മഗ്രിബിന് നിങ്ങൾ വേറെ ഇമാമിനെ നോക്കിക്കോ, ഞാൻ ഇമാമ് നിൽക്കൂല. അല്ലാഹു അക്ബർ. വലിയ പ്രശ്നമായി. വെള്ളിയാഴ്ച സുബഹി നിസ്കരിച്ചുകൊണ്ട് ഖത്തീബ് ജുമയ്ക്ക് വേറെ ആളെ നോക്കിക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇടങ്ങേറല്ല. ഇതുപോലെ തന്നെ അസ്ർ കഴിഞ്ഞപ്പോൾ ഇമാം എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ഞാൻ മഗ്രിബിന് നിൽക്കൂല, മഗ്രിബിന് വേറെ ആളെ നോക്കിക്കോ. എന്താ പ്രശ്നം? എന്താ ബാബാമുസ്ലിയാരെ എങ്ങനെ പറഞ്ഞെങ്കിൽ പ്രശ്നം എന്താണെന്നുള്ള കമ്മിറ്റിക്കാർ വരുമ്പോൾ പറയും, അല്ല ഉസ്താദ് എന്താ നിൽക്കൂല എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ആ കൂട്ടാതിന് എന്തെങ്കിലും എരിവാർന്ന് പറയും, എന്നെ കൊണ്ടുമല്ല എങ്ങനെ നിൽക്കാനൊന്നും. ബാബാമുസ്ലിയാരാണെങ്കിൽ അങ്ങനെ മറുപടി അറിയും. ഇതിങ്ങനത്തെ ആളല്ല, ആർക്കും ചോദിക്കാൻ ധൈര്യമില്ല. അടുത്തുള്ള ആളുകളൊക്കെ പതുക്കെ അടുക്കിച്ചു, ബഹുമാനപ്പെട്ടവരിങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ. നമസ്കാരം കഴിഞ്ഞ് ഞാൻ അങ്ങ് തിരിഞ്ഞിരുന്നപ്പോൾ ഒരു വലിയ ജനാവലി എൻ്റെ പിന്നിൽ നമസ്കാരത്തിൽ പങ്കെടുത്തിരിക്കുകയാണ്. എൻ്റെ മനസ്സെന്നോട് പറഞ്ഞു, ഇവിടെ കൂടിയ ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഞാനാണ്. അത് പൊളിക്കൽ എനിക്ക് നിർബന്ധമാ. ഞാൻ ഈ കൂടിയവരിൽ ഏറ്റവും മെച്ചപ്പെട്ടവനാണെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞെങ്കിൽ അത് പൊളിക്കൽ എനിക്ക് അനിവാര്യമാണ്. ഈ പള്ളിയിൽ നിന്നൊരു പാവി പുറത്തിറങ്ങണമെന്നൊരു ആഹ്വാനം വന്നാൽ ആദ്യമായി പള്ളിയുടെ കവാടത്തിൽ നിന്ന് പുറത്തു ചാടുന്നത് ഞാനായിരിക്കും. അതുകൊണ്ട് മഗ്രിബിന് നമസ്കരിക്കൂല. ഇതാണ് ആരിഫീങ്ങൾ. കണ്ടാ, ഇതാണ് ആരിഫീങ്ങൾ. അവരൊരിക്കലും മഹത്വത്തെ എത്തിക്കഴിഞ്ഞാൽ അവർ മഹത്വമുള്ളവരാണെന്ന് അംഗീകരിക്കില്ല. ഇവിടെ കൂടിയതിൽ ഏറ്റവും വലിയ മഹാപാപി ഞാനാണ്, ഏറ്റവും മോശപ്പെട്ടവൾ ഞാനാണ്,
ഏറ്റവും കൂടുതൽ പാപം ചെയ്തവൾ ഞാനാണ്. ഇതാണ് ഇങ്ങനെ തന്നെയല്ലേ പടച്ചവൻ നമ്മളോട് പറയാനും പറഞ്ഞത്. പടച്ചവനെ ഞങ്ങളുടെ നഫ്സുകളോട് ഞങ്ങൾ ദുൽമ് ചെയ്തു അല്ല, അക്രമം ചെയ്തു അല്ല, പാപ്പ് കാട്ടെ പടച്ചവനെ. ഇങ്ങനെയാണ്, അല്ലാണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് സ്വർഗം താട്ടെ എന്നല്ല ചോദിക്കണേ. അപ്പം ആരിഫത്ത് ഈ ഇരിക്കുന്നവരൊക്കെ അതിനകത്തുണ്ട്, ഇല്ലയെന്നല്ലേ പറഞ്ഞ്. 40 എണ്ണം കൂടിയാൽ ഒരെണ്ണം അല്ല പൊരുത്തപ്പെട്ടവനാണെന്ന് നബിത്തങ്ങളല്ലേ പഠിപ്പിച്ചത്. 40 എണ്ണം കൂടിയാൽ ഒരെണ്ണം പൊരുത്തപ്പെട്ടവളാണെന്നാ റസൂലുള്ളാഹി പഠിപ്പിച്ചപ്പോൾ ഇതിനകത്ത് നല്ലതിരിപ്പില്ലേ? ഉണ്ട്. പക്ഷേ നമ്മളാരും ആ നല്ലതിൻ്റെ ലിസ്റ്റിൽ എണ്ണാൻ പാടില്ല, അതായി പഠിപ്പിച്ചെന്നെ. അപ്പം ആരിഫാകാം ആരിഫത്താകാം, പക്ഷെ നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. അപ്പം അവിടെയും പോയി. 5-മത്തേത് സ്വലാത്തിനെ അധികരിപ്പിച്ചവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ 4 എണ്ണത്തിലും നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ലെങ്കിൽ 5-മത് പറഞ്ഞതിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റൂലേ? ബഹുമാനപ്പെട്ട ജസൂലി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാ, നിങ്ങൾ കേട്ടിട്ടില്ലേ? മദീനത്തൊക്കെ ചെന്നാൽ കാണാൻ ജസൂലി തങ്ങളുടെ കൈപ്പട അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. മദീന പള്ളിയുടെ മുകളിലുള്ള കുത്തുബ് ഖാനയിൽ സൂക്ഷിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ ചെന്നപ്പോൾ അത് അകത്ത മുറിയിലേക്ക് മാറ്റി. ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈപ്പട വലിയ മഹാനാ. സ്വലാത്തിനെ അധികരിപ്പിച്ചവരുടെ ജനാസ മണ്ണ് തൊടൂല. 1 നമ്പർ തെളിവാ ഇമാം ജസൂലി റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ ശിഷ്യന്മാരോടൊപ്പം ഇങ്ങനെ യാത്ര പോവുകയാണ്. നിസ്കാരം ജമ്മാക്കിയേക്കാണ്. അസറിൻ്റെ ടൈം തീരാൻ പോകണം എന്ന് പറഞ്ഞാൽ ളുഹറിനെ അസറിലേക്ക് കൂട്ടിയേക്കാണ്. ജമ്മും കസറുമാണ്. അസറിൻ്റെ സമയം തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ളുഹറും അസറും കൊണ്ടുവരണം. അവരൊരു സ്ഥലത്ത് ഇറങ്ങി നോക്കുമ്പോൾ വെള്ളമൊന്നുമില്ല. പരിസരത്ത് എവിടെയെങ്കിലും വെള്ളമുണ്ടോ എന്ന അന്വേഷണം നടത്തിയിട്ടേ തൈമം ചെയ്യാവുള്ളൂ. അല്ലാണ്ട് ചുമ്മാ ഇറങ്ങിയിട്ട് വെള്ളമില്ല എന്ന് പറഞ്ഞാൽ തൈമം ചെയ്യാൻ പാടില്ല. വെള്ളത്തിന് വേണ്ടി ഒരു അന്വേഷണം നടത്തണം. ശിഷ്യഗണങ്ങൾ ഇങ്ങനെ ചുറ്റുഭാഗത്തും ഇങ്ങനെ അന്വേഷിച്ചു എവിടെയാണ് വെള്ളമുള്ളത്. നോക്കുമ്പോൾ കാണാം ആഴമേറിയ ഒരു കിണർ. കിണറിൻ്റെ അടിത്തട്ടിൽ ധാരാളം വെള്ളം കിടക്കുന്നുണ്ട്. കോരിയെടുക്കാൻ ഒരു കയറില്ല, പാത്രമില്ല. നോക്കുമ്പോൾ കാണാം പുല്ലുമേഞ്ഞ ഒരു വീട്. ആ വീടിൻ്റെ മുറ്റത്തേക്ക് ശിഷ്യന്മാർ ചെന്നിട്ട് പറയുന്നു, വീട്ടുകാരെ, ഞങ്ങൾ ഇമാം ജസൂലി തങ്ങളുടെ ശിഷ്യന്മാരാണ്, തങ്ങളോടൊപ്പം ഞങ്ങൾ യാത്ര വന്നതാണ്. നമസ്കാരത്തിന് ഒതുവെടുക്കാൻ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല. ഇവിടെ ഒരു കിണറിൻ്റെ അടിത്തട്ടിൽ വെള്ളം ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. കോരിയെടുക്കാൻ വല്ല പാത്രമോ കയറോ ഒന്ന് തന്ന് സഹായിക്കാമോ? അപ്പോൾ ഒരു 7-8 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അത് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട്, ഓഹോ, നിങ്ങൾ ജസൂലി തങ്ങളുടെ ശിഷ്യന്മാരാണോ? അതെ. ജസൂലി തങ്ങളും കൂടെ ഉണ്ടോ? ഉണ്ട്. എന്നിട്ട് തങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലേ? ഇല്ല. എന്നാ വാ. ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങി. കയറും പാത്രമൊന്നും കൊടുത്തില്ല. ഈ കുട്ടി പുറത്തേക്ക് ഇറങ്ങി ആ കിണറിൻ്റെ വക്കത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് കിണറിലേക്ക് അങ്ങോട്ട് എത്തി നോക്കി. എന്തോ ഒന്ന് ചെല്ലിയതിൻ്റെ ശേഷം ഇങ്ങനെ ഒന്ന് തുപ്പി. വെള്ളം കൂടി കയറി അടിയുന്നു. വെള്ളം അങ്ങ് പൊങ്ങി. മുമ്പൊക്കെ അങ്ങനെയാ. മുമ്പ് മഹാന്മാരുടെ അടുത്തൊന്ന് മന്ത്രിക്കാൻ കൊടുത്തു നോക്കി. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അസ്ഹരി തങ്ങൾ വളാഞ്ചേരിയിൽ അടങ്ങിയിരിക്കുന്ന അല്ലാഹു മഹാനവറുകളുടെ ദറജ ഉയർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ കൂടെ സിറാത്ത് കിടക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാദികൾക്കും ഭാഗ്യം തരണേ പടച്ചവനെ. ബഹുമാനപ്പെട്ട തങ്ങളുടെ അടുക്കൽ, അസ്ഹരി തങ്ങളുടെ അടുക്കൽ ഞാൻ കുടുംബസമേതം സന്ദർശനം നടത്താറുള്ള ആളാണ് ഹയാത്തിൽ. ഇപ്പോഴും അതിൽ പോകുമ്പോൾ സിയാർത്ത് ചെയ്യും. ബഹുമാനികളെ അങ്ങനെ തങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ തങ്ങളെ കൊണ്ട് തേൻ മന്ദിരിപ്പിക്കൽ നമ്മുടെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. മന്ദിരിക്കാൻ കൊടുത്താൽ തങ്ങളിങ്ങനെ മന്ദിരിച്ചിട്ട് ഇങ്ങനെ നമ്മൾ കുടിക്കും. കുറച്ചിങ്ങനെ വായിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചും കൂടെ ഇറക്കിയിട്ട് ഇതിലേക്ക് ബാക്കി വെക്കും. അകത്തേക്ക് വായിലേക്ക് ഒഴിച്ചത് കുറച്ച് അകത്തേക്ക് ഇറക്കും, ബാക്കിയുള്ളത് ഈ കുപ്പിയിലേക്ക് തന്നെ വരും. തങ്ങളുടെ മന്ദിരിക്കൽ അങ്ങനെയാണ്. ഇന്ന് ബാവലിയാരുടെ അടുത്ത് നിങ്ങൾ മന്ദിരിക്കാൻ കൊണ്ടുവന്നിട്ട് ബാവലിയാർ കുറച്ച് കുടിച്ചിട്ട് കുറച്ച് അതിനകത്തേക്ക് തുപ്പിയ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പെണ്ണുമ്പിള്ളയോടും കൂടി ആയിരിക്കും പിന്നെ, അല്ലെങ്കിൽ ചെറുക്കന് എവിടെ ഉള്ളേ കടലേക്കളാ കുപ്പിയോട് കൂടി ആ ശൈത്താൻ അതിനകത്തേക്ക് തുപ്പി ഞാൻ കണ്ടുകൊണ്ടിരിക്കണുണ്ട്. തീർന്നില്ലേ? കാരണം എന്താ? ബാവലിയാരുടെ നാക്കും നുണ പറയണ നാക്കാ, ഏഷണി പറയണ നാക്കാ, ദിക്റി അല്ലാത്ത നാക്കാ, മോശം പറയണ നാക്കാ. അസ്ഹരി തങ്ങളുടെ നാക്ക് പരിശുദ്ധമായ നാക്ക. ഇതൊക്കെ മുൻഗാമികളുടെ ശൈലി അങ്ങനെയായിരുന്നു.
റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേ ചെല്ലും. പൊന്നാര നബിയേ, എനിക്ക് കുഞ്ഞുണ്ടായി. മേടിക്കും. ഇത് കാരക്കങ്ങെടുത്തോ, ആ കാരക്കങ്ങെടുത്തോ. എടുത്തു. വായിലേക്കിട്ട് അങ്ങോട്ട് ചവയ്ക്കും. എന്നിട്ട് അവിടെ തുപ്പി കൊടുക്കും. ചവച്ചട്ട തുപ്പ് നീരാ തുപ്പി കൊടുക്കണം. അതാണ് ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ കാണുന്നത്. നമ്മളിപ്പോൾ തുപ്പിക്കൊടുക്കലില്ല, പിന്നെ തൊട്ടു കൊടുക്കും, വെള്ളം തൊട്ടു കൊടുക്കും. ഈ തൊട്ടു കൊടുക്കണേ തുപ്പി കൊടുക്കണേക്ക് ആളുടെ സ്വഭാവത്തിൻ്റെ ഒരു പരിധി വരെ ഈ കുഞ്ഞിലുണ്ടാകുന്ന. അത് നമ്മുടെ ഇടയിലൊക്കെ പറയാറില്ലേ, നീ അത് മര്യാദക്കൊന്ന് ചെയ്യടി ഉണ്ടേ, നീ ഒന്ന് അങ്ങനെ നിനക്ക് വെള്ളം തന്നേക്കണ ചൊവ്വില്ലാത്തോ, പിന്നെ എങ്ങനെ നീ ചൊവ്വാവണേ ഉണ്ടാ. അതാണ് ആ വെള്ളം തളിച്ചങ്ങനെ ഇത് വെള്ളം തൊട്ട് കൊടുക്കണതിനകത്ത് കുഴപ്പമുണ്ട്. അപ്പോൾ അതൊക്കെ അന്നൊക്കെ അങ്ങനെയാണ്, നബിത്തങ്ങളിങ്ങനെ തുപ്പി കൊടുക്കലാണ്. അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. പിന്നെ ഇന്നിപ്പോൾ അതൊക്കെ നടക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേബർ റൂമിൽ നിന്ന് നേഴ്സ് കൊണ്ടുവന്നിട്ട് ഇതേ സഫിയയുടെ ആൾക്ക് ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്, അതാ വാ, ഇതാ പുള്ള അല്ലോ അങ്ങനെ ഉമ്മ മേടിച്ചു എടിയണ്ണേ എവിടെ ബാപ്പ എവിടെയെന്ന് ചോദിച്ചാൽ തേനൂടെ അല്ലെങ്കിൽ തുപ്പി കൊടുക്കാൻ പറഞ്ഞത് കാരക്ക കൊണ്ടുണ്ട്. അതിന് ബാപ്പ ഒന്ന് മുറുക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വാപ്പ അവിടെ കേട്ടെ മറ്റേ ഔക്കടെ വാപ്പ എവിടെയെന്ന് ചോദിക്കുക, ചെറുക്കൻ്റെ വാപ്പ അല്ലെങ്കിൽ പെൺ അങ്ങനെ അവിടെ നിന്ന് വീഡിയോ ഇരിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാ തുപ്പണേ പറ? ഈ വീടി വലിക്കണവൻ്റെയും മുറുക്കണവൻ്റെ അടുത്തുനിന്ന് തുപ്പിക്കഴിഞ്ഞാലത്തെ ഹാലെന്താ പറ? അപ്പോൾ കൊച്ചുണ്ടാവുന്നത് തന്നെ ഫസ്റ്റിൽ തന്നെ കൊച്ചിന് കൊടുക്കണം മയക്കുമരുന്നാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാം മറിഞ്ഞു പോകുമാണെങ്കിലേ എല്ലാം തകർന്നു. പോട്ടെ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്? ഇതൊക്കെ മുൻഗാമികളിൽ ഉണ്ടായിരുന്നു ഈ പറയപ്പെട്ട സ്വഭാവങ്ങളൊക്കെ. ഇതെല്ലാം ഇപ്പം നമ്മുടെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഇസ്ലാമാണ് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്, പഴയ ഇസ്ലാമല്ല. അപ്പം ജനങ്ങൾ ജനാസ ദ്രവിക്കാതിരിക്കാൻ സ്വലാത്ത് കാരണമാണെന്ന് പറഞ്ഞെങ്കിൽ ജസൂലി തങ്ങൾ 1-ാം നമ്പർ ഉദാഹരണമാണെന്ന് ഞാനീ പറഞ്ഞത്. ഈ 8 വയസ്സോളം പ്രായം വന്ന ഈ കൊച്ച് എന്തോ ചെല്ലിയിട്ടോ അങ്ങോട്ട് തുപ്പി കിണറിലേക്ക്, വെള്ളം പൊങ്ങി. ആവശ്യമുള്ള വെള്ളം എടുത്തോ എന്ന് പറഞ്ഞൊരു കൊച്ചം കൂടി കയറിപ്പോയി. ഇവർക്ക് എല്ലാവരും ആവശ്യത്തിന് തോൽപാത്രത്തിലൊക്കെ വെള്ളം നിറച്ചു കൂടി. കാരണം വെള്ളം ഇല്ലാണ്ട് സഞ്ചരിച്ചു വന്ന ആൾക്കാരാ തേമം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പണിയെടുത്ത്. അങ്ങനെ ഉള്ള തോൽപാത്രത്തിലെല്ലാം വെള്ളം ശേഖരിച്ചു, കുടിച്ചു, ഒളു ചെയ്തു. സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട ജസൂലി തങ്ങളുടെ ഹദറത്തിലേക്ക് ഒളു ചെയ്യാനുള്ള വെള്ളം കൊടുത്തു. സംഭവം പറഞ്ഞു. സംഭവം ഉണ്ടായി. സലാം വീട്ടി ബഹുമാനപ്പെട്ടവർ ആ വീട് ചോദിച്ചു ചെന്നു. മുറ്റത്ത് ചെന്നിട്ട് പറഞ്ഞു, മോളെ ഞാനാണ് അബ്ദുല്ലാഹിൽ ജസൂലി. മോളെ എന്ത് ചൊല്ലിക്കൊണ്ടിട്ടാണ് നീ ആ കിണറിലേക്ക് തുപ്പിയതെന്ന് പറഞ്ഞു തരണം. ബഹുമാനപ്പെട്ടവരെ, അങ്ങക്ക് ഇൽമു പഠിപ്പിക്കാൻ മാത്രം യോഗ്യതയുള്ളവളല്ല ഞാനൊരു പാവപ്പെട്ട ഭാവിയായ പെൺകുട്ടിയാണ്. മോളെ എന്നാലും ആ ചെല്ലിയതെന്താണെന്നൊന്ന് പറഞ്ഞു നാട്ട്. അങ്ങയുടെ ഗുരുവാകാനുള്ള യോഗ്യത എനിക്കില്ല ബഹുമാനപ്പെട്ടവരെ. മോളെ, പടച്ചതമ്പുരാനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ആ കിണറിലേക്ക് നീ തുപ്പിയപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് തുപ്പിയത് മോളെ? ബഹുമാനപ്പെട്ട തങ്ങളെ, ഞാനൊരു സലാത്ത് ചൊല്ലിക്കൊണ്ടാ തുപ്പിയത്. ഏത് സലാത്താ ചൊല്ലിയതെന്ന് പടച്ചതമ്പുരാനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നോട് ചോദിക്കരുതേ. ഉരുളയ്ക്ക് ഉപ്പേരി എന്ന് കേട്ടിട്ടുണ്ടാ? ആ വിത്തിലറിയാൻ ഇതിൻ്റെ ഗുണം. ഇത് ചെറിയ പെൺകൊച്ചൊന്നുമല്ല, ഇവള് നല്ല മോളാ, നല്ല മോള്. ഇങ്ങോട്ട് വർച്ചോനോർത്ത് എനിക്ക് പറഞ്ഞു തന്നോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞ എങ്ങനെയാ? ഒരു സലാത്താണ് ഞാൻ ചൊല്ലിയത്. ഏത് സലാത്താണെന്ന് പടച്ചവനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കരുത്. രക്ഷയില്ല. വാതിലടച്ചൊളിഞ്ഞു. അവിടെ നിന്ന് ജസൂലി തങ്ങൾ പേനയും കലമും കടലാസും എടുത്തു. ദുനിയാവിൽ എവിടെയെല്ലാം ഏതെല്ലാം നിലയ്ക്കുള്ള സലാത്തുകളുണ്ടോ മൊത്തം എഴുതാൻ തുടങ്ങി. ഒരു സലാത്ത് അല്ലടോ ഉള്ളൂ, സലാത്തുകൾ ധാരാളമുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല, സലാത്തിന് ശ്രേഷ്ഠതയുള്ള റസൂലുള്ളാഹിയുടെ കുടുംബത്തിനെ ഉൾപ്പെടുന്ന സലാത്താണ്. അതാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി. അത് കുടുംബത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ശേഷമുള്ളവരെ മുമ്പുള്ളവരെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. മുമ്പുള്ളവർ എന്ന് പറഞ്ഞാൽ പൂപ്പ അലാ ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം. പിമ്പുള്ളവർ എന്ന് പറഞ്ഞാൽ എൻ്റെ അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ, അഹ്ലുബൈത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ അഹ്ലുബൈത്തല്ല. റസൂലുള്ളാഹി തങ്ങൾ ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ മൂടി. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, പൊന്നോമന മോൾ സയ്യിദത്തുനാ ഫാത്തിമത്തു സുഹ്റ
ബഹുമാനപ്പെട്ട ഹസൻ ഹുസൈൻ, ഇങ്ങനെ ഇപ്പം എത്ര പേരായി? ഭാര്യ, ഭർത്താവ്, 2 മക്കൾ, റസൂലുള്ളാഹി, 5 എണ്ണം. ഇങ്ങനെ 5 പേരെ ഇങ്ങനെ ഒരുമിച്ചൊരു തുണിയിൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ അഹ്ലു ബൈത്ത് എന്നത്. അല്ലാണ്ട് ഇന്നാളെ ആരാണ്ട് ഇവിടെ എങ്ങാണ്ട് പറഞ്ഞു കേട്ടു, എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കുകയാണെങ്കിൽ അബൂലഹബിനെ ബഹുമാനിക്കണ്ടേ? അബൂലഹബ് റസൂലുള്ളാഹിയുടെ മൂത്താപ്പായല്ലേ? അതൊന്നും അഹ്ലു ബൈത്തല്ല. അഹ്ലു ബൈത്ത് ഈ പറഞ്ഞതിന് പിരിഞ്ഞ് പോണതാണ്. ഹസൻ ഹുസൈൻ തങ്ങൾ എന്നിട്ട് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അവരൊക്കെയാണ് നബി തങ്ങളുടെ കുടുംബം. അഹ്ലു ബൈത്ത് എന്ന് പറഞ്ഞത് ഈ പറഞ്ഞതാണ്, ഈ 5 എണ്ണം ഉൾപ്പെടുത്തപ്പെട്ടതാണ്. അല്ലാഹുവേ, പന്നാർ നബി തങ്ങളുടെ കുടുംബത്തിനെ ആദരിക്കാൻ നബി തങ്ങൾ പഠിപ്പിച്ചെന്ന് നൂഹ് നബിയുടെ കപ്പൽ വലയെന്നാ നിന്നിച്ച് കഴിഞ്ഞാൽ പോയി. തങ്ങൾ കുടുംബത്തെ ആദരിക്കാനുള്ളതായ മനസ്സ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നബി തങ്ങളുടെ കുടുംബത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സലാത്താണ് ഏറ്റവും കൂടുതൽ പവറുള്ള സലാത്ത്. ബാക്കിയൊക്കെ സലാത്ത് തന്നെയാണ്. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സലാത്ത് തന്നെയാണ്. ഇപ്പം ഇത് ചെല്ലിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കണതൊക്കെ. ലോകത്തെ ഏതെല്ലാം വിധത്തിൽ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ, രക്ഷ ചെയ്യണേ, അതാ സലാത്ത്. അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ, അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് രക്ഷ ചെയ്യണേ, ഇങ്ങനെ ഏതെല്ലാം നിലക്കുള്ള പ്രാർത്ഥനകൾ വന്നിട്ടുണ്ടോ അതെല്ലാം സലാത്താണ്. ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചു ആര്? ബഹുമാനപ്പെട്ട ഇമാം ജസൂലി റളിയല്ലാഹു തആല. എന്നിട്ടൊരു കിതാബ് രൂപത്തിലാക്കി. ആ കിതാബിൻ്റെ പേരാണ് ദലായിലുൽ ഖൈറാത്ത്. ഈ ദലായിലുൽ ഖൈറാത്ത് ലോകത്തുള്ള ഏത് രാജ്യത്ത് ചെന്നിട്ട് ഏത് ബുക്ക് സ്റ്റാളിൽ ചോദിച്ചാലും കിട്ടും. കണ്ടാ, അല്ലാണ്ട് ചുമ്മാ ഇത് വാവിലേറെ എന്തെങ്കിലും വായിത്തൊന്നെന്ന് പറയണല്ല. മക്കത്തെന്ന് നോക്കിയേ ദലായിലുൽ ഖൈറാത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കിയേ, തരും. ഈ ദലായിലുൽ ഖൈറാത്ത് ഈ കേരള സംസ്ഥാനത്ത് അർഹതപ്പെട്ടവർക്ക് ചെല്ലാനുള്ള സമ്മതം കൊടുത്തിരുന്ന, ഇജാസത്ത് കൊടുത്തിരുന്ന മഹാനായിരുന്നു ബഹുമാനപ്പെട്ട കക്കടിപ്പുറം ഷെയ്ഖ് അബൂബക്കർ ബിൻ അബ്ദുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനാണ്. ഈ മഹാഭാവിയുടെ ഒരു ആത്മഗുരുവാണ് ബഹുമാനപ്പെട്ടവർ. അള്ളാഹു മഹാനവറുകളുടെ പിന്നാലെ സിറാത്ത് കിടക്കാൻ നമുക്ക് നമ്മുടെ കുടുംബാദികൾക്കും അള്ളാഹു മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ആ ദലായിലുൽ ഖൈറാത്തിൻ്റെ ഇജാസത്ത് കൊടുക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ടവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മഹാനവറുകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട അതിരാമ്പട്ടണത്തെ കിരീടമില്ലാത്ത രാജാവെന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം നിരവധി ശിഷ്യഗണങ്ങളുള്ള ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹസ്രത്ത്. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും മഹാനവറുകളോട് തുല്യതപ്പെടുത്താൻ പറ്റിയ ഒരു പണ്ഡിതൻ ഇല്ല. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വടുതല മൂസ ഉസ്താദ്, അല്ലാഹു മഹാനവറുകളുടെ ദർജ ഉയർത്തി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹസ്രത്ത് ഇരുന്ന് സംസാരിക്കുന്ന ഒരു മജ്ലിസിൽ ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റു, ആളുകളെ കൊണ്ടിട്ട് ഒരു കാര്യം ചെല്ലിപ്പിക്കാൻ വേണ്ടി. എഴുന്നേക്കാൻ തീരെ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ബഹുമാനപ്പെട്ട വടുതല ഉസ്താദ് ഇങ്ങനെ പിടിച്ചെഴുന്നേറ്റ് അദ്ദേഹത്തിനോടൊപ്പം. അതുപോലെ മന്നാനിയയിലൊക്കെ ചെല്ലുമ്പോൾ, മന്നാനിയയിലൊക്കെ ബഹുമാനപ്പെട്ട KP അബൂബക്കർ ഹസ്രത്ത് എന്നൊക്കെ പറയുന്ന വലിയ പണ്ഡിതനും വലിയ പ്രായമുള്ള ആളുമാണ്. അതുപോലെ അവിടെ ധാരാളം ഹസ്രത്തുമാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. മമ്മിക്കുട്ടി ഹസ്രത്ത് അങ്ങ് ചെന്നാൽ ഈ പുലിയുടെ മുന്നിൽ പൂച്ച നിൽക്കുന്നത് പോലെ ഇങ്ങനെ പതുങ്ങി വളരെ ശാന്തനായിട്ട്, അല്ലെങ്കിൽ പൂച്ചയുടെ മുമ്പിൽ എലി പോലെ, അത്ര പണ്ഡിത്യമുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി ഹസ്രത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടെ ഇസ്സത്തോടെയുള്ള ദീർഘായുസ്സും ബഹുമാനപ്പെട്ടവർക്കും ബഹുമാനപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ പാവപ്പെട്ടവന് ഒക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് വിളിക്കും, ബന്ധപ്പെടാറൊക്കെ ഉണ്ട്. ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചായിരുന്നു. റഹ്മാനായ അല്ലാഹ് അവരെയൊക്കെ കൂടെ നാളെ അർശിൻ്റെ തണലിൽ കൂടാൻ പടച്ചവനെ നീ ഞങ്ങൾക്കൊക്കെ വിധിയാക്കി താട്ടെ റബ്ബേ. ഞാൻ പറഞ്ഞു വന്നത് ദലായിലുൽ ഖൈറാത്ത് നിങ്ങളുടെ ഉസ്താദിൻ്റെ പെട്ടിക്കകത്തും കാണും ഈ സാധനം. അവർക്ക് കൊടുക്കണതാണ്. അതിനകത്ത് സലാത്തുകൾ തന്നെയാണ്. തിങ്കളാഴ്ച ഇന്ന സലാത്ത്, ചൊവ്വാഴ്ച ഇന്ന സലാത്ത്, ബുധനാഴ്ച ഇന്ന സലാത്ത്, ഇങ്ങനെ സലാത്തുകൾ. ഈ ജസൂലി തങ്ങൾ വഫാത്തായിട്ട് ഇവിടെ പോയിന്റ്, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഖബർ തുറന്നുപോയി. നോക്കുമ്പോൾ ജസൂലി തങ്ങളാണ്. എന്തോ നിർമ്മാണത്തിന് വേണ്ടി കുഴിച്ചപ്പോൾ ഖബർ തുറന്നുപോയി. ജനങ്ങൾ നോക്കുമ്പോൾ കഫൻ തുണി മാറ്റി നോക്കുമ്പോൾ ജസൂലി തങ്ങളാണ്. താടിയിൽ നിന്നും ഒളു ചെയ്തതിൻ്റെ വെള്ളം ഇറ്റു വീഴുന്നത് പോലെ നെറ്റിയാലിങ്ങനെ വിരലമർത്തുമ്പോൾ ജീവനുള്ള മനുഷ്യന്റെ ശരീരത്തിൽ രക്തം മാറിപ്പോകുന്ന പോലെ മാറിപ്പോവുകയാണ്. അന്നത്തെ ഉലമാ രോഗം ഐക്യകണ്ഠേന ഫത്വ കൊടുത്തു.
ജസൂലി തങ്ങൾ സലാത്തിനെ പെരുപ്പിച്ചതിനെയും അതിനെ ആദരിച്ചതിൻ്റെയും പവറാണ് ഈ കണ്ടത്. കിടക്കാൻ സുഖമായിട്ട്. ഞാൻ പറയാം, നബി ആവാൻ നമുക്ക് പറ്റൂല. ഈ പറയപ്പെട്ട ഒരു യോഗ്യതയിലേക്ക് നമുക്ക് എത്താൻ പറ്റൂല. ഞാൻ ചോദിക്കട്ടെ, 100 സലാത്ത് ഡെയിലി അല്ല നമുക്ക് ആർക്കാർ പറ്റാത്തത്? ബഹുമാനികളെ, ഉന്നതമായ നിലവാരത്തിലേക്ക് ഉയരാൻ തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾ 100 സലാത്ത് പതിവാക്കിയാൽ നിങ്ങളിലേക്ക് ഈമാൻ വന്നു. ഈമാൻ വന്നാൽ പിന്നെ നമുക്ക് നന്മകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. ഈമാൻ വരുന്നു മാത്രമല്ല, മഹ്ശറയിൽ നിങ്ങൾ സുഹദാക്കളോടൊപ്പമാണെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. ഇതിനൊക്കെ ഒന്ന് അകത്തിക്കൊണ്ടിരിക്കുക ബഹുമാനികളെ. ഞാനതാ ഒരു ഹദീസ് ഓതിയത്. ഇന്ന് സലാത്ത് എവിടെയെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ ആൾക്കാർ വന്നിട്ട് മെക്കിട്ടൂരാണ്, ഇത് റസൂൽ. ഇതാണ് ഇപ്പോഴത്തെ ചോദ്യം. എൻ്റെ കൊച്ചിന് ഒരു തലവേദന. ഞാൻ പറഞ്ഞു, മോനെ ഒരു കടലാസും എടുത്ത് ഞാനത് അതിൽ എഴുതി, അല്ലാഹുവേ പൊന്നാ റസൂലുള്ളാഹിക്ക് നീ ഗുണം ചെയ്യ് റബ്ബേ, പൊന്നാ റസൂലുള്ളാഹിക്ക് നീ രക്ഷ ചെയ്യ് റബ്ബേ. ഇതൊരു 100 ആഴ്ച മോൻ ചൊല്ലിയിട്ട് ഉള്ളം കയ്യിലേക്ക് ഇങ്ങനെ ഊതിയിട്ടാൽ നെറ്റേനും തടകുവനെ. അല്ലാഹു തആല സലാത്തിൻ്റെ ബർക്കത്തുകൊണ്ട് ശിഫയാക്കി തരുന്നു. കൊച്ചിങ്ങനെ കടലാസിലൊക്കെ ഇട്ട് അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ, അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് രക്ഷ ചെയ്യണേ. അപ്പോൾ ഒരു കഴുത്തേ കെട്ടിയെടുത്ത് ഇത് സലാത്ത്, എന്നിട്ട് സലാത്ത് അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് ഗുണം ചെയ്യണേ, അല്ലാഹുവേ നീ റസൂലുള്ളാഹിക്ക് രക്ഷ ചെയ്യണേ. ഇത് റസൂലുള്ളാഹിയുടെ ആൾത്തുള്ള റസൂലുള്ളാഹിയുടെ ആൾത്തുണ്ടാവണം. എങ്ങനെ ഇപ്പം എൻ്റെ വാപ്പ എഴുതി തന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ വാപ്പ എഴുതി തന്നുകൊണ്ടിട്ട് ഇത് സലാത്തല്ലാണ്ടാവോ? ഇതാണിപ്പോൾ ജനത്തിൻ്റെ ഇടയിലുള്ള ചോദ്യം. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്, സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ഒക്കെ സലാത്ത. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഒക്കെ സലാത്ത. യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. ഒക്കെ സലാത്ത. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇതൊക്കെ എങ്ങനെയുണ്ട്? യതഖാറബു സമാൻ. ഞാൻ ഓതിയ ഹദീസ് അതാ. യതഖാറബു സമാൻ. ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്. ഖിയാമത്ത് നാൾ അടുക്കുകയാണ്. അടുക്കുന്നതിൻ്റെ അടയാളങ്ങളൊക്കെ ഏറെക്കുറെ കണ്ടില്ലേ? ഞാനിതേ കയറി പിടിക്കണോ? വേണ്ട, ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഖിയാമത്ത് നാൾ അടുക്കുന്നു. യൻഖുസുൽ ഇൽമ്, മനുഷ്യന് അറിവ് കുറയുകയാണ്. ഞാൻ ഇന്നലെ എന്താ പറഞ്ഞേ? കുഴിയാലിപ്പടി പള്ളിയുടെ മെമ്പറിൽ നിന്നും അഹമ്മദ് നൂർ ഉസ്താദ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ എന്ന് ഒഴിവാകുന്നുവോ, ശേഷം വരുന്ന ഏത് പണ്ഡിതൻ വന്നാലും ആ മനുഷ്യനോട് എത്തുന്നതായ പാണ്ഡിത്യം ഉണ്ടാവില്ല. ഇൽമു കുറയണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇൽമുള്ള ആളുകളും കുറയുന്നു, ഇൽമും കുറയുന്നു.